ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇന്ന് ഒരു കിടില എപ്പിസോഡാണ്, എങ്കിലും കുറച്ച് വിഷമവും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന ഒരു എപ്പിസോഡാണ്. എല്ലാവരും മിസ്സാക്കാതെ കാണണം. മെയിനായിട്ട് കൃഷിൻ്റെ കൺമണിയുടെ സീൻസൊക്കെ ഉള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മായിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ട് പറയുന്നതാണ്. ഇനി ആ ധനലക്ഷ്മി പറഞ്ഞ പോലെ ഈ വീട്ടിൽ നിന്ന് ഒരാഴ്ചയ്ക്കൊക്കെ ഇറങ്ങേണ്ടി വരുമോ, നമുക്ക് കൺമണിയുടെ കൂടെ നിന്നത് കൊണ്ട് ഇനി നമ്മൾ ഈ വീട്ടിൽ നിന്ന് എന്നേക്കും ഇറങ്ങേണ്ടി വന്ന് തെരുവിലേക്ക് പോകേണ്ട അവസ്ഥ വരുമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കൺമണിയാണ്. കൺമണി കിടന്നുറങ്ങുവാണ്. ഒരു അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്. ആ സമയത്ത് കൃഷി കൺമണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട് താനൊന്ന് പുറത്തേക്ക് വന്നതെന്ന് പറയും. അപ്പോൾ കൺമണി പറയും എന്തിനാണ് ഞാൻ വരുന്നത്, ഇപ്പോൾ വരാനൊന്നും പറ്റില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് കൃഷി പറയും താൻ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ കൺമണി പറയും എന്തിനാണ് ഞാൻ വരുന്നതെന്ന്. അപ്പോൾ കൃഷി പറയും ഒരു അത്യാവശ്യ കാര്യമുണ്ട്, താൻ വന്നേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ കൺമണി രണ്ടും കൽപ്പിച്ച് എന്താ കാര്യം എന്നറിയാൻ വേണ്ടി പോവും. അങ്ങനെ ആരും കാണാതെ കതവ് തുറക്കുമ്പോൾ കൃഷി മുന്നിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് കൺമണി പുറത്തേക്ക് വന്ന് കൃഷി ഓടിച്ചെന്ന് കൺമണിയുടെ കൈ പിടിച്ച് താൻ വന്നതെന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോവും. അവിടെ ഒരു കേക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കൺമണി അത്ഭുതപ്പെടും. എന്നിട്ട് കൃഷി പറയും തൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം, ഇന്നാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്, അതാണ് ഞാൻ ഈ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. അപ്പോൾ കൺമണി കുറച്ച് ഇമോഷണലാവും. ആക്ച്വലി കൺമണിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് കൺമണിക്ക് ഒരാൾ മുൻകൂട്ടിയൊക്കെ വിഷ് പറയുന്നതും ഇങ്ങനെ കേക്കൊക്കെ വാങ്ങുന്നത്. അപ്പോൾ കൺമണി ഇമോഷണലായിട്ട് കരയാൻ തുടങ്ങുമ്പോൾ കൃഷി ചോദിക്കും അയ്യോ നിനക്ക് എന്ത് പറ്റി, കരയില് ഞാൻ ചെയ്തെന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടോയെന്ന്. അപ്പോൾ കൺമണി പറയും അതെല്ലാം ആനന്ദക്കണ്ണീരാ, ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരാൾ മുൻകൂട്ടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നതെന്ന് പറയും. അത് കഴിഞ്ഞ് കൃഷി പറയും താൻ എന്തായാലും ഇരിക്കുമെന്ന് പറയും. എന്നിട്ട് കൃഷി പറയും എന്തായാലും ഞാൻ വീഡിയോസൊക്കെ എടുക്കാം എൻ്റെ ഫോണിലെന്ന് പറയും. അങ്ങനെ കൃഷി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷി ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ പാടി കൺമണിയെ വിഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പീസ് കേക്ക് എടുത്ത് കൃഷിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷി തിരിച്ചും കൺമണിക്ക് ബർത്ത്ഡേ വിഷ് പറഞ്ഞ് വായ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷിൻ്റെ മീശയിലൊക്കെ പറ്റിയിരിക്കുന്ന കേക്ക് കാണുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാറിന് മീശയിലേക്ക് കേക്ക് പറ്റിയിരിപ്പുണ്ടെന്ന്. അത് കഴിഞ്ഞ് കൃഷി ചോദിക്കും ഇപ്പോൾ പോയോ എന്നൊക്കെ പറഞ്ഞ് അത് ക്ലിയർ ചെയ്യുന്നുണ്ട് കൃഷി. അത് കഴിഞ്ഞ് കൃഷി പറയും എന്തായാലും താൻ പോയി കിടന്നോ, ഹാപ്പി ബർത്ത്ഡേ ഒന്നുകൂടെ കൺമണി എന്ന് പറഞ്ഞിട്ട് കൃഷി പോവും. അപ്പോൾ കൺമണി പിറകിൽ നിന്ന് വിളിക്കും സാറിന്. അപ്പോൾ കൃഷി തിരിച്ച് വന്ന് ചോദിക്കും എന്താ കൺമണിയെന്ന്. അപ്പോൾ കൺമണി കുറച്ച് ഇമോഷണലായിട്ട് പറയും സാർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ എൻ്റെ ബർത്ത്ഡേ ഒക്കെ മുൻകൂട്ടി കണ്ടൊക്കെ വിഷ് ചെയ്യുന്നത്, എന്നെ സന്തോഷിപ്പിച്ചതിന് നന്ദിയുണ്ട് സാർ എന്ന് പറയുമ്പോഴത്തേക്ക് കൃഷി അങ്ങനെയൊന്നും പറയണ്ടടോ എന്ന് പറഞ്ഞ് കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കൺമണിയും കൃഷിയും വേറൊരു മൂഡിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ വേറൊരു ലോകത്തേക്ക് തന്നെ ചേക്കേറുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കൃഷി കൺമണിക്ക് ഒരു ഗിഫ്റ്റ് എന്ന പോലെ തൻ്റെ പ്രണയ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൺമണി അത് ഏറ്റുവാങ്ങാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറായിട്ടുള്ള പോലെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു ഉൾവിളി പോലെ കൺമണിയും കൃഷിയും പെട്ടെന്ന് പിന്മാറിയിട്ട് കൃഷി കൺമണിയുടെ ചെവി പറയുന്നുണ്ട് എന്നാൽ ഗുഡ് നൈറ്റ് കൺമണി എന്ന് പറയുമ്പോൾ കൺമണി ആ ശരി സാറെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കൃഷി നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൺമണിയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കൺമണി കൃഷിനെ പ്രണയത്തോടു കൂടി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കൺമണി ഈ കാര്യങ്ങളൊക്കെ ഓർത്തും ഈ ബർത്ത്ഡേയുടെ കുറിച്ചൊക്കെ ഓർത്ത് സന്തോഷിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ നമ്മുടെ ഗോകുലിൻ്റെ അടുത്ത് കൺമണി രാത്രി നടന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ക്രിസ് സാറ് ബർത്ത്ഡേ മുൻകൂട്ടി അറിഞ്ഞ് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഗോകുൽ ആദ്യം ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നം കണ്ടതും വല്ലതും ആയിരിക്കുമെന്ന്. അപ്പോൾ കൺമണി പറയും എടാ നിനക്കറിയാമല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്ത് പറയുമെന്ന്, ഇത് സ്വപ്നമൊന്നും അല്ല സത്യമാണ്, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് കേക്ക് മാറ്റി വയ്ക്കില്ലല്ലോ സ്വപ്നത്തെയാണെങ്കിൽ, ഇതാ ഫ്രിഡ്ജിൽ ബാക്കി കേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ നിനക്കായിട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അപ്പോൾ സത്യമാണോ അപ്പോൾ ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് ഗോകുൽ പറയുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ക്രിസ് സാർ അപ്പോൾ പ്രണയിച്ച് തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയും ഒന്ന് പോടാന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ ഇത്ര സന്തോഷം. അപ്പോഴത്തേക്കും
ഗോകുലും കൺമണിയും അവിടെ ഇരിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അപ്പയുടെ ബർത്ത്ഡേ എന്നെന്ന്. അപ്പോൾ ഗോകുൽ പറയുന്നതായിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ മോളെ, പിന്നെ മുമ്പത്തെ പോലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ മോക്കൊരു ഉടുപ്പെടുത്ത് തന്നേനെ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് എനിക്ക് ഉടുപ്പൊന്നും വേണ്ട, അച്ഛൻ്റെ ഒരു ഉമ്മ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീനിവാസൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കൺമണിക്ക്. അത് കഴിഞ്ഞ് ഗോകുലാണെങ്കിൽ അമ്മായിമാരെ കേൾപ്പിക്കാനായിട്ട് അമ്മായിമാരുടെ അടുത്ത് പറയും നിങ്ങളുടെ ചീഫ് ഡിസൈനറിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, വിഷ് ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് വന്ന് വിഷ് ചെയ്തോ, കൂട്ടം കൂടി ഇനി നിന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ കൺമണി ഗോകുലിൻ്റെ സ്നേഹത്തോടെ ചെവിക്കൊക്കെ പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മായിമാർ ഓരോരുത്തരായിട്ട് വന്ന് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗോകുൽ അച്ഛനെയും വിളിക്കുന്നുണ്ട്, അച്ഛാ ബാ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അസൂയ മൂത്ത് ദേഷ്യത്തോടു കൂടി നമ്മുടെ ധനലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട് മറഞ്ഞ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന മനോജിനെയാണ്. മനോജ് വന്നിട്ടാണെങ്കിൽ കൺമണി വിഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കണം എന്ന്. അപ്പോൾ ഗോകുലാണെങ്കിൽ പെട്ടെന്ന് അതിനും കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ കൺമണി ഇങ്ങനെ ഒരു അന്തം വിട്ടിങ്ങനെ നിൽക്കുമായിരിക്കും. എന്നിട്ട് മനോജ് ചോദിക്കുന്നുണ്ട് അതൊക്കെ എപ്പോഴാണ് നടന്നതെന്ന്. അപ്പോൾ പെട്ടെന്ന് കൺമണി പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ ഞാൻ കേക്ക് മുറിക്കുന്നതായിട്ടാണ് കണ്ടത്, അതാ മനോജ് ചേട്ടാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോകുൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങുമ്പോൾ കൺമണി വിലക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാങ്കിൽ നിന്ന് കുറച്ച് പേര് വരുന്ന മനോജ് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആരാന്ന്. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് അവരാണെങ്കിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മനോജ് ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ബാങ്കിൽ നിന്നുള്ള നോട്ടീസാണ്. ഈ നോട്ടീസ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലിശയും കുടിശ്ശികയും എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ എമൗണ്ടായിട്ട് അത് മാറിയിട്ടുണ്ട്. 2 ആഴ്ച സമയം തരും, അതിനകം നിങ്ങൾ ഈ ലോൺ എടുത്ത കാശ് അടച്ചില്ലെങ്കിൽ പിന്നെ ഈ വീട് ജപ്തി ചെയ്ത് പോകും എന്നവർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഞാൻ ബാങ്ക് മാനേജറുടെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്നും ഒക്കെ. അപ്പോഴത്തേക്ക് ഈ ബാങ്കുകാർ പറയുന്നുണ്ട് മാനേജറൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ചായി, പിന്നെ ഇപ്പോൾ വന്ന മാനേജർ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് മാനേജറാണ് പറഞ്ഞത് 2 ആഴ്ചയ്ക്കുള്ളിൽ കാശ് അടച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഈ സ്ഥലം ജപ്തി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇതും പറഞ്ഞുകൊണ്ട് ആ ബാങ്കുകാർ വീട്ടിൽ നിന്ന് പോവും. ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് ധനലക്ഷ്മി ആ നോട്ടീസിൻ്റെ അടുത്ത് പോയി നോട്ടീസ് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഇത് എല്ലാം കണ്ടിട്ട് മനസ്സ് വിങ്ങിപ്പൊട്ടി നമ്മുടെ ശ്രീനിവാസനാണെങ്കിൽ അവിടെ മരവിച്ച് നിൽക്കുന്നുണ്ട്. അമ്മായിമാർ അതിലും കഷ്ടം, അവർക്കൊരു വീടെന്ന് പറയുക ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി എല്ലാവരും നിൽക്കുവാണ് അവിടെ ചുറ്റും കൂടി. എന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട് ഇത്തിരി മുന്നേ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്, ബർത്ത്ഡേ സദ്യ ഉണ്ടാക്കണമെന്നല്ലേ, ഇനിയിപ്പോൾ ജപ്തി സദ്യ ഉണ്ടാക്കിയാൽ മതി, ഉണ്ടാക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ മൊത്തത്തിൽ കുഴഞ്ഞ് വീഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് കൺമണി കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛനവിടെ ഇരുത്തി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്ന വരുണിനെയാണ്. വരുണുമായിട്ട് ബന്ധമുള്ള, അതായത് ടൈപ്പുള്ള 2 ബാങ്കിലുള്ള എംപ്ലോയീസാണ് അവർ. അപ്പോൾ വരുണിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ് അവിടെ കൊണ്ട് ജപ്തി നോട്ടീസ് ഒട്ടിച്ചത്. സത്യം പറഞ്ഞാൽ മാനേജർ ശ്രീനിവാസന് സമയം കൊടുത്തതാണ്, പിന്നെ കാശ് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്തത്, ഇനിയും കാശ് തരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുണിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന് ചോദിക്കുന്നുണ്ട്. നീ വല്ല കടം വല്ല വാങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ കടമൊന്നും വാങ്ങിയില്ല, ഇത് കൺമണിയുടെ അച്ഛൻ്റെ ഒരു ആവശ്യത്തിന് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താവശ്യത്തിന് വന്നതാണ്? അപ്പോഴത്തേക്ക് വരുൺ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ജപ്തി നോട്ടീസൊക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ എന്തിനാ ഈ വളഞ്ഞ വഴിയിൽ കൂടെയൊക്കെ കാര്യം സാധിക്കാൻ നോക്കുന്നതെന്ന്. അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഇനിയാണ് അവൾ ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇനിയിപ്പോൾ അവൾക്ക് എന്നെ കല്യാണം കഴിക്കാതെ മറ്റൊരു വഴിയില്ല, കാരണം ഇപ്പം ഞാനായിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ അവളായിട്ട് എന്നെ കല്യാണം കഴിക്കും, അങ്ങനെയുള്ള ഒരു നല്ല പണിയാണ് അവൾക്ക് ഞാൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞ് വരുണിൻ്റെ ഒരു സൈക്കോ ചിരിക്കുന്നുണ്ട്.
ശ്രീനിവാസനും കൺമണിയാണ് പിന്നീട് കാണിക്കുന്നത്. അവരെന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് അമ്മായിമാർ അവരുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അമ്മായിമാർ പറയുന്നുണ്ട്, ഇഷ്ടംപോലെ ഏക്കർ സ്ഥലം നമുക്ക് കുടുംബസ്വത്തായിട്ടുണ്ടായിരുന്നതാണ് ഏട്ടാ. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇനി അതുകൂടെ പോയാൽ നിങ്ങൾക്ക് വേറെ സ്ഥലം കാണും താമസിക്കാൻ. പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏട്ടനും കൺമണിയും എങ്ങനെയെങ്കിലും ഈ സ്ഥലം കൈവിട്ട് പോവാതെ ഇരിക്കാൻ നോക്കണം. കാരണം ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ പെരുവഴി മാത്രമാണ് മുന്നിലുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണി നോക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കും. അപ്പോൾ ആ കാറ് കണ്ട് ധനലക്ഷ്മി ചിരിക്കുന്നുണ്ട്. കാറിൽ നിന്ന് വരുണും അച്ഛനുമാണ് ഇറങ്ങുന്നത്. അത് കാണുമ്പോൾ കൺമണി ദേഷ്യത്തോടെ നോക്കുന്ന വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനിയും ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തൂ. അതുകൊണ്ട് ഇനിയൊരു പുതിയ റിവ്യൂ ആയിട്ട് കാണുന്നവരേക്കും